എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രവാചകൻ മുഹമ്മദിന്റെ മരണശേഷം നടന്ന വളരെ നിർണായകമായ ചില സംഭവങ്ങളാണ്. ഇസ്ലാമിക സമൂഹത്തിൽ വലിയൊരു അധികാര തർക്കത്തിന് ഇത് വഴിവെച്ചു. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തെ തന്നെ രണ്ടായി പിളർത്തിയ സംഭവങ്ങൾ. നമുക്ക് നേരെ ആ സംഭവങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഈ ചരിത്ര വിവരണം തുടങ്ങുന്നത് തന്നെ ഈയൊരു ഭീഷണിയിൽ നിന്നാണ്. ഞാൻ കൂറ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? മറുപടി എന്തായിരുന്നു? ഞങ്ങൾ നിങ്ങളെ അപമാനിച്ചു കൊന്നുകളയും. ഇത് അലി ഇബ്നു അബീ താലിബിനോട് പറയുന്നതാണ്. ആലോചിച്ചു നോക്കൂ, ആ സമയത്തെ ഒരവസ്ഥ എത്രമാത്രം സംഘർഷഭരിതമായിരുന്നു അല്ലേ? ശരിക്കും ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം തന്നെയായിരുന്നു അത്. അപ്പോ കാര്യങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. അലിയോട് കൂറ് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നു. ആ ഒരു ആദ്യത്തെ ഏറ്റുമുട്ടൽ, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ വിവരണമനുസരിച്ച് ഉമർ അലിയോട് നേരിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത സംസാരം നിർത്തി അബൂബക്കറിന് കൂറ് പ്രഖ്യാപിക്കൂ എന്ന്. സ്വാഭാവികമായും അലി ഇതിനെ ചോദ്യം ചെയ്യുകയാണ്, പ്രവാചകന്റെ പിൻഗാമി എന്ന നിലയിൽ അബൂബക്കറിനുള്ള അവകാശത്തെപ്പറ്റി. പക്ഷേ അബൂബക്കർ അത് അംഗീകരിക്കുന്നില്ല. ഇവിടെ നിന്നാണ് ആ വലിയ തർക്കത്തിന്, ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച തർക്കത്തിന് തുടക്കമാവുന്നത്. അപ്പോ ഈ വാക്കുതർക്കം ഒരു വലിയ സംവാദത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാകും. ഓർമ്മകളും വ്യാഖ്യാനങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുന്നുണ്ട്. അലി അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഗദീർഖും തബൂക്ക് യുദ്ധം, ഈ സമയങ്ങളിലൊക്കെ പ്രവാചകൻ നടത്തിയ ചില പരസ്യ പ്രഖ്യാപനങ്ങളെക്കുറിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ജനക്കൂട്ടം അത് ശരിവയ്ക്കുന്നുണ്ട്. അതെ, ഞങ്ങളത് കേട്ടിട്ടുണ്ട് എന്നവർ സമ്മതിച്ചതായിട്ടാണ് ഈ വിവരണം പറയുന്നത്. ഇത് ശരിക്കും അലിയുടെ വാദങ്ങൾക്ക് വലിയൊരു ബലം നൽകിയ നിമിഷമായിരുന്നു. അപ്പോ ഈ തർക്കത്തിന്റെ പ്രധാന പോയിന്റ് ഇതാണ്. ഒരു വശത്ത് അലി, അദ്ദേഹം ജനക്കൂട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതെന്താണ്? പ്രവാചകൻ പരസ്യമായി നടത്തിയ പ്രഖ്യാപനങ്ങളാണ്, എല്ലാവരും കേട്ട കാര്യങ്ങൾ. മറുവശത്ത് അബൂബക്കറിന്റെ വാദമെന്താണ്? പ്രവാചകൻ പറഞ്ഞതായി പറയപ്പെടുന്നൊരു കാര്യമാണ്, അതായത് പ്രവാചകത്വവും ഖിലാഫത്തും എന്റെ കുടുംബത്തിൽ ഒന്നിക്കില്ല എന്ന്. ഇത് അലി പറയുന്നതുപോലെ പരസ്യമായൊരു പ്രഖ്യാപനമല്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വാദത്തിലെ പ്രധാന വ്യത്യാസം. അബൂബക്കറിന്റെ ഈ വാദത്തിന് സാക്ഷികളായി 4 പേർ മുന്നോട്ട് വന്നു എന്നാണ് ഈ വിവരണം പറയുന്നത്. ഉമർ, അബൂ ഉബൈദ, സാലിം, പിന്നെ മആദ് ഇബ്നു ജബൽ. ഇവർ 4 പേരും അബൂബക്കർ പറഞ്ഞത് ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. സ്വാഭാവികമായും ഇത് അബൂബക്കറിന്റെ നിലപാടിന് പെട്ടെന്നൊരു വലിയ പിന്തുണ നേടിക്കൊടുത്തു. ഇവിടെ വെച്ചാണ് കാര്യങ്ങൾ വീണ്ടും മാറുന്നത്. അലി ഒരു ഗൂഢാലോചനയെക്കുറിച്ച് ആരോപിക്കുകയാണ്. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അലി പറയുന്നത് ഇങ്ങനെയാണ്: കാബയിൽ വെച്ച് നിങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഒരു ശപിക്കപ്പെട്ട രേഖ, ഒരു സഹീഫ തയ്യാറാക്കി. എന്തിനാണെന്നോ? ഈ ഖിലാഫത്ത് അഹ്ലുബൈത്തിൽ നിന്ന് തട്ടിയെടുക്കാൻ, പ്രവാചകന്റെ മരണശേഷം അധികാരം പിടിക്കാനായി ഉണ്ടാക്കിയ ഒരു രഹസ്യ ഉടമ്പടിയെക്കുറിച്ചാണ് അലി ഇവിടെ പറയുന്നത്. ഇത് ശരിക്കും ശക്തമായൊരു ആരോപണമാണ്. അലി പറയുന്നത് പ്രവാചകൻ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ്. തനിക്കെതിരെ ഒരു കരാറുണ്ടാക്കിയ 5 പേരെക്കുറിച്ച്. എന്നിട്ട് അദ്ദേഹം ആ 5 പേരെ എണ്ണി പറഞ്ഞതായും ഈ വിവരണം പറയുന്നുണ്ട്. ഇയാളും അയാളും എന്നു പറഞ്ഞ 5 പേരെ വരെ എണ്ണി. അലിയെ ഖിലാഫത്തിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. അവരുടെ പേരുകൾ ഈ സോഴ്സിൽ കൊടുത്തിട്ടുമുണ്ട്. ഇത് അലിയുടെ ഗൂഢാലോചനാവാദത്തിന് കൂടുതൽ ബലം നൽകി. ഈ സമയത്ത് അലി പ്രവാചകന്റെ ഒരു ഉപദേശം ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടത്രേ, നിനക്ക് സഹായികളെ കിട്ടുകയാണെങ്കിൽ യുദ്ധം ചെയ്ത് നിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക. ഇനി സഹായികളെ കിട്ടിയില്ലെങ്കിലോ അപ്പോൾ കൂറ് പ്രഖ്യാപിച്ച് നിന്റെ ജീവൻ രക്ഷിക്കുക. അപ്പോൾ തന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് പ്രവാചകന്റെ തന്നെ ഒരു നിർദ്ദേശമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് അലി ഇവിടെ. അപ്പോ കാര്യങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണ്. പ്രതിജ്ഞ നിർബന്ധിപ്പിച്ച് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെതിരെ എതിർപ്പിന്റെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ശരിക്കും നാടകീയമായ രംഗങ്ങളാണ് ഇനി വരുന്നത്. അലിയെ പിന്തുണച്ചുകൊണ്ട് കുറച്ചുപേർ മുന്നോട്ട് വരുന്നുണ്ട്. മിഗ്ദാദ് പറയുന്നു, അങ്ങ് കൽപ്പിച്ചാൽ ഞാൻ വാളെടുക്കാമെന്ന്. സൽമാൻ പറയുന്നു, ഈ അനീതി അവസാനിപ്പിക്കാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന്. അബൂദറാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നതിന് ദൈവിക ശിക്ഷയുണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ബുറൈദ അസ്ലമി പഴയൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് പ്രവാചകന്റെ കൽപ്പന പ്രകാരം ഉമറും അബൂബക്കറും അലിയെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിരുന്നില്ലേ എന്ന്. പക്ഷേ ഈ ശബ്ദങ്ങളെയെല്ലാം ഒന്നുകിൽ നിശബ്ദരാക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്തു. ഇത് കാണിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ അലിയുടെ പക്ഷം എത്ര ദുർബലമായിരുന്നു എന്നാണ്. സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുകയാണ്. ഈ രേഖയിൽ പറയുന്നത് ഉമർ അബൂബക്കറിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുവെന്നാണ്: താങ്കൾ ഇവിടെ ഇരിക്കുന്നു, എന്നാൽ ഈ മനുഷ്യൻ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവന്റെ കഴുത്ത് വെട്ടാൻ ഞങ്ങൾക്ക് ഉത്തരവ് തരൂ. ആലോചിച്ചു നോക്കൂ, ഒരു വാക്കുതർക്കം ഇപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അങ്ങനെ ആ കൂറ് പ്രഖ്യാപനത്തിന്റെ നിമിഷം വന്നു. ഇത് ശരിക്കും ഒരു ബലപ്രയോഗം പോലെയാണ് ഈ വിവരണം കാണിക്കുന്നത്.
അലി തന്റെ കൈപ്പത്തി തുറക്കുക പോലും ചെയ്യാതെ കൈനീട്ടി. അബൂബക്കർ ആ കൈയിൽ തന്റെ കൈവച്ച് ആ പ്രതിജ്ഞ ഉറപ്പിച്ചു. അത് കാണിക്കുന്നത് തന്നെ അലിയുടെ ഉള്ളിലെ എതിർപ്പ് എത്ര വലുതായിരുന്നു എന്നാണ്. അലിയുടെ കഴുത്തിൽ കയർ കെട്ടിയപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞതായിട്ടാണ് പറയുന്നത്, എന്റെ ഉമ്മയുടെ മകനെ, ഈ ജനങ്ങൾ എന്നെ ദുർബലനായി കണ്ട് കൊല്ലാൻ വരെ ഒരുങ്ങിയിരിക്കുന്നു. ഇത് ഖുർആനിലെ ഒരു വാക്യമാണ്. വഞ്ചനയെയും നിസ്സഹായതയെയും കുറിച്ചുള്ള ആ വാക്യം ഉദ്ധരിച്ചതിലൂടെ ആ നിമിഷത്തിന്റെ ഗൗരവവും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും നമുക്ക് മനസ്സിലാക്കാം. അലിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അനുയായികളെയും വെറുതെ വിട്ടില്ല. സുബൈർ, സൽമാൻ, അബൂദർ, മിഖ്ദാദ് ഇവരെയൊക്കെ ബലമായി പിടിച്ച് കൂറു പ്രഖ്യാപിക്കാൻ നിർബന്ധിച്ചുവെന്നാണ് ഈ രേഖ പറയുന്നത്. അതോടുകൂടി ആ ഒരു പോരാട്ടത്തിൽ അലിയുടെ പക്ഷം പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. ശരി, പ്രതിജ്ഞയെല്ലാം കഴിഞ്ഞു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അതിനുശേഷം നടക്കുന്നത് കൈപ്പേറിയ ചില സംഭാഷണങ്ങളാണ്. ഭാവിയെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും ശാപവാക്കുകളുമൊക്കെയാണ് ഇനി വരുന്നത്. സൽമാൻ ഉമറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലോകാവസാനം വരെ ഈ സമൂഹത്തിലുണ്ടാകുന്ന പാപങ്ങളുടെ എല്ലാം ഭാരം നിങ്ങളുടെയും നിങ്ങളുടെ കൂട്ടാളിയുടെയും തലയിലായിരിക്കുമെന്ന്. അതായത് ഈ സംഭവത്തിന് എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അലി നരകത്തിലെ ഒരു പ്രത്യേക ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. തീയുടെ ഒരു ശവപ്പെട്ടി, അതിൽ 12 പേരുണ്ടാകും. 6 പേർ ചരിത്രത്തിന്റെ തുടക്കത്തിൽ നിന്നും 6 പേർ അവസാന കാലത്തു നിന്നും. ആ ഗൂഢാലോചന നടത്തിയ 5 പേരും ആ കൂട്ടത്തിലുണ്ടാകുമെന്നാണ് അലി പറയുന്നത്. വളരെ ഭയാനകമായ ഒരു പ്രവചനമാണിത്. ഇവിടെ 2 ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കാണാം. ഉമർ ചോദിക്കുന്നു, ജനങ്ങൾ എന്റെ കൂട്ടാളിയെക്കൊണ്ട് സന്തോഷത്തിലായിരുന്നു, നിന്നെക്കൊണ്ടായിരുന്നില്ല. അതിൽ എന്റെ തെറ്റെന്താണ്? ഇതിന് അലിയുടെ മറുപടി ഇങ്ങനെയാണ്, പക്ഷേ അള്ളാഹുവും അവന്റെ പ്രവാചകനും എന്നെയല്ലാതെ മറ്റാരെക്കൊണ്ടും സന്തോഷത്തിലല്ല. ഒന്ന് ജനങ്ങളുടെ ഇഷ്ടം, മറ്റൊന്ന് ദൈവത്തിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം. ഈ 2 ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ വ്യക്തമാടുന്നത്. അപ്പോ ഈ വിവരണം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ സംഭവം ഭാവിയിൽ എന്ത് മാറ്റമാണുണ്ടാക്കിയത്? ഈയൊരു ദിവസത്തെ, ഈയൊരു നിമിഷത്തെ ഒരു വലിയ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഭിന്നതയുടെ തുടക്കമായിട്ടാണ് ഈ വിവരണം കാണുന്നത്. ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. പിന്നെ ഏറ്റവും നിർണായകമായൊരു കാര്യം കൂടി ഈ വിവരണം പറയുന്നുണ്ട്. പ്രവാചകന്റേതായി പറയുന്നൊരു പ്രവചനമാണിത്. എന്റെ സമുദായം ബനൂ ഇസ്രായേലിന്റെ അതേ പാരമ്പര്യം പിന്തുടരും. ഒന്നിനു പിറകെ ഒന്നായി അവർ ഒരു മാളത്തിൽ കയറിയാൽ ഇവരും അതേ മാളത്തിൽ കയറും. അതായത് മുൻപുള്ള സമൂഹങ്ങൾക്ക് പറ്റിയ അതേ തെറ്റുകൾ, അതേ ഭിന്നതകൾ ഈ സമൂഹവും ആവർത്തിക്കും എന്നൊരു സൂചനയാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിവരണം ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: ആ ഒരൊറ്റ സംഭവം വളരെ ആഴത്തിലുള്ളതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു വലിയ ഭിന്നതയ്ക്ക് തുടക്കമിട്ടു. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, ആ ഒരു ദിവസത്തെ സംഭവങ്ങൾക്ക് എത്ര വലിയൊരു ചരിത്രപരമായ ഭാരമാണുള്ളത്. ഇന്നും നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം ആ ദിവസമായിരുന്നു എന്നാണ് ഈ വിവരണം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്.